എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്നത്, വളരെ വ്യാപകമായിട്ട് ഇന്ന് പലരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഫാറ്റി ലിവർ എന്നതിനെ കുറിച്ച് പറയാനാണ്. മറ്റ് എന്ന പോലെ തന്നെ ഫാറ്റി ലിവറും ഒരു ജീവിതശൈലി രോഗമാണെന്ന് പറയാം. കാരണം നമുക്കറിയാം, ഇന്നത്തെ ഒരു ആഹാര രീതി പല ആൾക്കാരും ധരിക്കുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് LFT ചെയ്താൽ SGPT SGOT ഒക്കെ നോർമൽ ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ലിവറൊക്കെ ഓക്കെയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ രക്തത്തിൽ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ലിവർ നല്ല ആരോഗ്യമുള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഉള്ള പലർക്കും, എൻ്റെ അനുഭവത്തിൽ പലർക്കും എന്ത് കണ്ടിട്ടില്ല, SGPT SGOT ബിലിറൂബിനോ അങ്ങനെ ആൽക്കൈൻ ഫോസ്ഫേറ്റിലോ വ്യതിയാനങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നു, പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായ ക്ഷീണം തോന്നാം, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് തോന്നാം. അതുപോലെ തന്നെ നമ്മുടെ വയറ് സാധാരണ ഇന്നും കുറേ എന്താ പറയുക, വയറുന്നിട്ട് വയറ് കുടവയറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫാറ്റി ലിവർ നമ്മളൊരു നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏതാണ്ട് 450ഓളം ജൈവരാസപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കെമിക്കൽ ഫാക്ടറി എന്നാണ് നമ്മുടെ ലിവറിന് അറിയപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിലെത്തുന്ന പലതരത്തിലുള്ള വിഷാംശങ്ങളെ ശാംശീകരിക്കുകയും അതിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു അവയവമാണ് ലിവർ. ശരിക്കും നമ്മൾ വളരെയധികം സ്നേഹിക്കേണ്ട ലിവറാണ് അല്ലേ. നമ്മൾ പറയും പൊതുവെ കരള് അല്ലേ, നമ്മുടെ കരളിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയും. നമ്മളെ കരളെന്ന് പറഞ്ഞാൽ പുറത്തുള്ള കരളിനെ നമ്മളോട് മാത്രം സ്നേഹം ഉണ്ടായാൽ പോരാ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് നമ്മുടെ ഉള്ളിലുള്ള കരളിനോട് നമുക്ക് എന്തുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. അങ്ങനെ സ്നേഹം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈലിലുള്ള വ്യതിയാനങ്ങൾ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഒരു ഫാറ്റി ലിവറിന് കാരണമെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ എന്താണ്, എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ അതേപോലെ തുടരുകയും അതിന് മരുന്ന് കഴിക്കുകയല്ല. മരുന്ന് കഴിച്ചിട്ടൊന്നും ഫാറ്റി ലിവർ ഒരുപാട് കുറയ്ക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. പല ആൾക്കാരും മരുന്ന് കഴിച്ചിട്ട് ഫാറ്റി ലിവർ കുറയാതാണ് എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഞാൻ ഒരു 1-2 മാസത്തെ ഒരു ഡയറ്റ്, 1 മാസം കൊണ്ട് തന്നെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റിയ അനുഭവം എനിക്കുണ്ട്. കാരണം ഡയറ്റ് വ്യത്യാസപ്പെടുത്തി കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മളെ ഫാറ്റ് ബേൺ ചെയ്ത് പോകണ്ടേ. കാരണം നമ്മൾ ഒരുപാട് എന്ത് കൊടുക്കുന്ന ശരീരത്തിലേക്ക് സ്റ്റാർച്ചായിട്ട് ഒരുപാട് ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ നന്നായിട്ട് ശരീരത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. കഴിക്കുന്ന ഫുഡാണെങ്കിൽ കൂടുതൽ സ്റ്റാർച്ചാണ്. പിന്നെ അതൊക്കെ ഈ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിച്ചു വയ്ക്കുകയാണ്. ആ കരളിൽ സംഭരണ പരിമിതി കഴിഞ്ഞിട്ട് ഇതുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരൾ ഓവർലോഡായിട്ട് എന്തായിട്ട് വരുന്നത്, ഒരു ഫാറ്റി അവസ്ഥയിലേക്ക് മാറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ വ്യായാമം ഇതിന് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവറിന് ആദ്യത്തെ പ്രാക്ടീസ് തന്നെ ശരിക്കും വ്യായാമമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫുഡ് കുറയ്ക്കേണ്ടതുണ്ട്, സ്റ്റാർച്ച് കുറയ്ക്കേണ്ടതുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും നമ്മൾ നല്ല വ്യായാമം ഇതിന് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി യോഗയിൽ ചെയ്യുന്ന നമ്മുടെ ശശാങ്കാസനം, വക്രാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം. കാരണം നമ്മുടെ വയറിലെ അബ്ഡമൻ ഇന്റേണൽ ഓർഗൻസിനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറേ പോസ്റ്റേഴ്സൊക്കെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എങ്കിൽ നിസ്സാരമായി കാണരുത്. ഫാറ്റി ലിവർ ക്രമേണ ഒരു കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് ലിവർ സിറോസിസിൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം മുമ്പൊക്കെ മദ്യപിക്കുന്ന ആൾക്കാർക്കാണ് ലിവർ സിറോസോ അല്ലെ ഫാറ്റി ലിവർ സംബന്ധമായ അസുഖങ്ങളൊക്കെ കാണാറ്. പക്ഷെ ഇന്ന് മദ്യപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മദ്യപിക്കാതെ തന്നെ ഇത്തരം അസുഖങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയാൽ വളരെ പ്രയാസത്തിലേക്ക് പോകും. അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് നമ്മുടെ ലിവർ എപ്പോഴും അത് ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഒന്നേ വേണ്ടത് നമ്മുടെ ജീവിതശൈലി മാറ്റുക എന്നതാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായത് നമുക്ക് അമിതമായിട്ടുള്ള സ്റ്റാർച്ചിൻ്റെ ഉപയോഗം, അതേപോലെ എണ്ണക്കടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന വലിയ പ്രശ്നം. ഒന്നാമത് ഇന്നത്തെ എണ്ണ നമുക്കറിയാവുന്നതാണ്,
മാർക്കറ്റ് കിട്ടാവുന്ന എണ്ണയൊക്കെ വളരെ എന്താ പറയുക, പാം ഓയിൽ എന്ന് പറയുന്നത് ഒരിക്കലും പാമെന്ന് പനയെന്ന് ഉണ്ടാക്കുന്ന ഓയിലല്ല. നമ്മൾ ശ്രദ്ധിക്കുക, യഥാർത്ഥ പാം ഓയിലിന് വളരെ വലിയ വിലയാണ്. അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഒരിക്കലും സൺഫ്ലവർ ഓയില ബോട്ടലിൻ്റെ മുകളിൽ സൺഫ്ലവർ ഉണ്ടാവും, പക്ഷേ യഥാർത്ഥ സൺഫ്ലവർ ഓയിലിൻ്റെ വില വളരെ ഹൈ ആണ്. അപ്പം ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ എന്നൊക്കെ പറയുന്നത് ഒന്നും യഥാർത്ഥ ഓയിലല്ല. ഇനി ഈവൺ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ കോക്കനട്ട് ഓയിലും കൂടി മായം വന്നതായിട്ടൊക്കെ നമ്മൾ ന്യൂസിലും ഒക്കെ കാണുകയാണ്. അപ്പോൾ ഈ എണ്ണകളിലൊക്കെ അങ്ങനെ അമിതമായിട്ട് മായം കലർന്ന എണ്ണകളൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ കെമിക്കലുകളുടെ ആധിക്യം, ഇന്നത്തെ ഈ ലൈഫ് സ്റ്റൈൽ, പുതിയ ലൈഫ് സ്റ്റൈലിൽ കെമിക്കലുകളുടെ ആധിക്യം ഭക്ഷണത്തിൽ വളരെ കൂടുതലാണ്. ഭക്ഷണത്തിലൂടെ പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളിലൂടെയും അതേപോലെ തന്നെ കേടുകൂടാതിരിക്കാൻ, ഉദാഹരണം പാക്കറ്റ് ഐറ്റംസ്, ഉദാഹരണം പാക്കറ്റിൽ പുട്ടുപൊടി, അതുപോലെ പാക്കറ്റിലുള്ള മല്ലിപ്പൊടി, പാക്കറ്റിലെ മസാലകൾ, ഇതിലൊക്കെ കേടുകൂടാതിരിക്കാൻ ചേർക്കുന്ന പലതരത്തിലുള്ള പ്രിസർവേറ്റീവ് കെമിക്കലുകളൊക്കെ ലിവറിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി പാക്കറ്റ് ഐറ്റംസുകളൊക്കെ ഒഴിവാക്കുന്നവരാണ്. കാരണം അകത്തോട്ട് കെമിക്കലിൻ്റെ ആധിക്യം കൂടുന്ന വലിയൊരു വിഷയമാണ്. പിന്നെ ഇന്നത്തെ നമ്മൾക്കറിയാം, നമ്മുടെ മരുന്ന് തീറ്റി, അത് വലിയൊരു വിഷയമാണ്. കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന മറ്റൊരു മാർഗമാണ്. വളരെ നിസ്സാരമായ കാര്യത്തിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതും വളരെ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കെമിക്കലുകളും അമിതമായിട്ടുള്ള എണ്ണകളും അതേപോലെ തന്നെ സ്റ്റാർച്ചിൻ്റെ അമിത ഉപയോഗവും പഞ്ചസാരയും ഒന്നാം തരം വില്ലനാണ്. വൈറ്റ് ഷുഗർ ഈസ് വൈറ്റ് പോയ്സൺ എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഷുഗർ ഈസ് സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എൻ്റെ കയ്യിൽ. അതൊരിക്കൽ വായിച്ചാൽ പിന്നെ നമുക്ക് പഞ്ചസാര കഴിക്കാനേ തോന്നില്ല, വൈറ്റ് ഷുഗർ കഴിക്കാനേ തോന്നില്ല. കാരണം അത്രയും മാരകമാണ് ശരിക്കും പഞ്ചസാര. പല ക്ലാസ്സുകളിൽ ആരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ ഈ പ്രകൃതിജീവനത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പകർത്താൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഒഴിവാക്കാൻ എന്തെങ്കിലും നമ്മളെ നിലവിലുള്ള ജീവിതശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ദോഷകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആഹാരം ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാറ് അത് വെളുത്ത പഞ്ചസാരയാണ്, വൈറ്റ് ഷുഗറാണ്. കാരണം അത് അത്രമാത്രം ഡേഞ്ചറാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്തിനു ബാധിക്കുന്നുണ്ട്, നമ്മുടെ ലിവറിനെ ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ അമിതമായിട്ടുള്ള സ്റ്റാർച്ച്, എണ്ണകൾ, കൃത്രിമാഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ ഒക്കെ ആണ് നമുക്ക് ഇത് നമ്മളുടെ ലിവർ ഫാറ്റി ലിവറായി മാറാൻ കാരണം. അത് മാത്രമല്ല, ഇതൊക്കെ ആവശ്യത്തേക്കാൾ ആഹാരം ഉപയോഗിക്കുകയും എന്നാൽ ശരീരം ഇളകാതിരിക്കുകയും ചെയ്യാം. അത് വലിയൊരു വില്ലനാണ് ശരിക്കും. ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, കാരണം ഈ ലിവർ ഗ്ലൂക്കോജിനെ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിച്ചു വെക്കുന്നത് ആഹാരത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആഹാരത്തിൻ്റെ ലഭ്യത കുറയുന്നില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് അമിതമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഊർജ്ജം ആവശ്യം വരും. അപ്പോഴും ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജനെ ഫാറ്റാക്കിയിട്ട് ഊർജ്ജമായിട്ട് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്തെടുക്കുന്നത് ലിവറാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ വിശ്രമത്തിലാണ്. ശരീരം എന്താവുന്നില്ല, ആക്റ്റീവ് ആവുന്നില്ല, ഇളകുന്നില്ല. അതുകൊണ്ട് ഈ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കൂടെ പറയാം, ശരിയായിട്ടുള്ള ആഹാര രീതി. ആ ശരിയായ ആഹാര രീതി എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർച്ചിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക, കൃത്രിമാഹാരങ്ങളും കൃത്രിമ പാനീയങ്ങളും വളരെ വില്ലനാണ്. അതുപോലെ എണ്ണകൾ, മാർക്കറ്റിൽ കിട്ടാവുന്ന എണ്ണകളുടെ ദൂഷ്യങ്ങൾ, പിന്നെ കെമിക്കൽ ഫുഡിലൂടെ എത്തുന്ന, കൂടാതെ നമ്മൾ നേരിട്ട് കഴിക്കുന്ന കെമിക്കലാണ് രാസമരുന്നുകൾ, പരമാവധി കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു നാച്ചുറൽ ഫുഡ്, ആൽക്കലൈൻ കണ്ടന്റ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ഇപ്പോൾ പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ നെല്ലിക്ക, ഇതൊക്കെ വളരെ നല്ലതാണ്. ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ നല്ലതാണ്. ഒരു ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇപ്പോൾ കക്കിരി, ക്യാരറ്റ്, അതേപോലെ തന്നെ ചുരങ്ങി, അളകൻ പോലുള്ള ജ്യൂസ്. നമ്മൾ ദിവസവും വെറും വയറ്റിൽ, ഫാറ്റി ലിവർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക.
ദിവസവും നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി നമുക്ക് ഫാറ്റി ലിവർ കുറച്ച് കൊണ്ടുവരാം. പിന്നെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് ആക്കിക്കൊണ്ടുവരണം. ഒരു എക്സസ് ഫാറ്റ് ഐഡിയൽ വെയിറ്റിലേക്ക് ആക്കുമ്പോൾ തന്നെ എന്താവും, ഒട്ടുമിക്ക ആൾക്കാർക്കും, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന നാച്ചുറോപ്പതി സെൻറ്ററിൽ കിടക്കുന്ന പല ആൾക്കാരുടെ അനുഭവമാണത്. ഇപ്പോൾ ഒരു 90 കിലോ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഗ്രേഡ് 2 കാണാറുണ്ട്, ഫാറ്റി ലിവർ ഗ്രേഡ് 2 എന്നുള്ള അവസ്ഥ. അപ്പോൾ അവർ അത് 90 kg താഴ്ത്തി ഒരു 75 ഒരു 80 ബിലോ വരുമ്പോഴേക്ക് തന്നെ ഒരു ഫാറ്റി ലിവർ നോർമലായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്താലും കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു മാർഗത്തിൽ, ഈ പറഞ്ഞ പോലെ വ്യായാമങ്ങളോ ആഹാര ക്രമങ്ങളോ കൊടുത്ത ഒരു മാർഗത്തിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് നല്ലതാണ്, ഒരു ലോങ് ഫാസ്റ്റിംഗ് നല്ലതാണ്. പക്ഷെ ലോങ് ഫാസ്റ്റിംഗ് എപ്പോഴും നമ്മൾ ഒരു പരിചയസമ്പന്നരായ ഒരാളുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ചെയ്യണം. കാരണം മേ ബി ലോങ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചികിത്സാ കേന്ദ്രത്തിലൊക്കെ ഇരുന്ന് ചെയ്യാം. ലോങ് ഫാസ്റ്റിംഗ് കൊണ്ട് വളരെ പെട്ടെന്ന് വിത്തിൻ 2 weeks ഫാറ്റി ലിവറൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അത് ഗ്രേഡ് 2, 3 ഒക്കെ അത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് എല്ലാവരോടും പറയേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഒരുപാട് ഡിസീസിന് കാരണം ലൈഫ് സ്റ്റൈലായാലും വന്ന പോലെ തന്നെ ഫാറ്റി ലിവറിനും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലിവറിനെ ആരോഗ്യവത്താക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കരളിനോട്, പുറത്തുള്ള കരളല്ല അകത്തെ കരളിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഹാര ക്രമീകരണം നടത്തി ലൈഫ് സ്റ്റൈൽ മാറ്റി നമ്മുടെ ലിവറിനെ കരളിനെ ആരോഗ്യവത്താക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമുക്ക് നല്ല ശരിയായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ വരാൻ സഹായിക്കും. കാരണം ഒരുപാട് ഫങ്ഷൻസ് ബോഡി, നേരത്തെ പറഞ്ഞു, ഒരുപാട് 450ഓളം ജൈവരാസ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ഫങ്ഷൻ എക്സ്പ്ലനേഷൻ ചെയ്താൽ ഒരുപാട് പറയാനുണ്ട്. അത്രമാത്രം പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. അത്രയും 450ഓളം ജൈവരാസ പ്രവർത്തനങ്ങൾ ബോഡിയിൽ പ്രോപ്പറായിട്ട് നടക്കുന്നുള്ളൊരവസ്ഥ അവിടെ വരുന്നുണ്ട്. നല്ല ആരോഗ്യാവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കരളിനെ സ്നേഹിക്കേണ്ടതുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറ്റി നമ്മുടെ കരളിൻ്റെ ആരോഗ്യം തിരിച്ചു നമുക്ക് എടുക്കാം. ഒരു ഫാറ്റി ലിവർ നമുക്ക് പൂർണ്ണമായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് എൻ്റെ അനുഭവം. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.